റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി നടപ്പാക്കിയ വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ കാപ്പാട് ഗ്രാമമാണിത്. ഇവിടെ നിന്ന് 13 ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് പദ്ധതി പ്രകാരം ഒഴിഞ്ഞുപോയത്. അവരുടെയൊക്കെ വീടുകളാണ് ഇത്തരത്തിൽ പൊളിച്ച് മാറ്റി അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. പക്ഷേ ഈ പദ്ധതിയിൽ വലിയൊരു അനീതിയുണ്ട്. ആ അനീതിയുടെ ഇരകളായി കുറച്ചുപേർ ഈ ഗ്രാമത്തിൽ ബാക്കിയായി. റീബിൽഡ് കേരളയിലെ പുനരധിവാസ പാക്കേജിൽ ആദിവാസി കുടുംബങ്ങൾക്ക് പദ്ധതിയുണ്ടായില്ല. അങ്ങനെയാണ് ജനറൽ കുടുംബങ്ങളൊക്കെ പണം വാങ്ങി ഒഴിഞ്ഞു പോയപ്പോൾ 3 ആദിവാസി കുടുംബങ്ങൾ മാത്രം കാപ്പാട് ബാക്കിയായത്. ആ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു കഴിഞ്ഞ ദിവസം കാട്ടാന കൊലപ്പെടുത്തിയ മാനു എന്ന ചെറുപ്പക്കാരൻ. കാട്ടാന ആക്രമണം കഴിഞ്ഞ 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്ക് ഈ വീടുകൾ പൂട്ടിക്കിടക്കുകയാണ്. സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾക്കും പദ്ധതികൾക്കും ഒന്നും കാത്തു നിൽക്കാതെ ആ ആദിവാസി കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കോ മറ്റെവിടേക്കോ മാറിപ്പോയിരിക്കുന്നു. കൂട്ടത്തിൽ ഒരാളെയാണ് കാട്ടാന ആക്രമിച്ചത്. വലിയ ഭയത്തിലായിരുന്നു അവരൊക്കെ അന്ന് തന്നെ. എന്തായാലും അവർ ഇപ്പോൾ ഈ 3 വീടുകളും ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. കാട്ടാന ആക്രമണം ഉണ്ടായതോടെ ഭയന്ന ആദിവാസികൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചതായി പഞ്ചായത്ത് മെമ്പർ പറയുന്നു. അവിടെ ആകെ 3 കുടുംബങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും 6 കുടുംബങ്ങളുണ്ട്, 3 വീടേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഭയമുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ മാറി നിന്നത്. RBK പുനരധിവാസ പദ്ധതിയിലെ സാമൂഹ്യ അസന്തുലിതാവസ്ഥ വയനാട്ടിലെ ജനപ്രതിനിധികൾ നേരത്തെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 10 വീടുള്ള ഒരു സ്ഥലത്ത് നിന്ന് 5-6 ജനറൽ വീട്ടുകാർ മാറുമ്പോൾ ബാക്കിയുള്ള 2-3 കുടുംബമായ പട്ടികവർഗ്ഗക്കാർ മാത്രം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നഷ്ടപരിഹാരം കൊടുത്ത് അവരെ മാറ്റുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിന് നിയമത്തിൽ അല്ലെങ്കിൽ ഉത്തരവിൽ ഒരു ഭേദഗതി ആവശ്യമാണ്. പട്ടികവർഗ്ഗക്കാരെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത്. മറ്റു പല വനഗ്രാമങ്ങളിലും പുനരധിവാസ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.